ഇന്ന് ഡിസംബർ 6 ഇതുപോലെയുള്ള ഒരു ദിവസത്തിൽ ഇന്ത്യയിലെ സംഘപരിവാരും വർഗീയ ശക്തികളും ബാബരി മസ്ജിദ് തകർത്ത ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സുകൊണ്ട് വേദനിക്കുന്ന ദിവസമാണ്. ബാബറിന്റെ വിഷയം തീരുമാനമായില്ലേ, അത് അവർക്ക് വിട്ടുകൊടുത്തില്ലേ, പിന്നെ എന്തിനാണ് ഇത് അനുസ്മരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ബാബരി അവസാനിക്കുന്നില്ല. ബാബരിന്റെ സ്മരണകൾ പുതുതലമുറക്ക് നാം കൈമാറിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇനി ഒരിക്കലും ബാബരി പോലെയുള്ള വിഷയം നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല. 32 വർഷം പിന്നിട്ട് ബാബരി മസ്ജിദിനകത്ത് ഇന്ന് പൂജാകർമ്മങ്ങളും ബഹുദൈവ ആരാധനകളും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ സമാധാനിക്കാൻ കഴിയും? ഇന്ന് പല മസ്ജിദുകളും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞ്, ആ പള്ളിക്കകത്ത് ഞങ്ങളുടെ ബിംബങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ പല പള്ളികൾക്കും അവകാശവാദങ്ങൾ ഉന്നയിച്ച്, പല മഖ്ബറകൾക്കും അവകാശവാദങ്ങൾ ഉന്നയിച്ച് പലരും രംഗത്ത് വരുമ്പോൾ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ രാജ്യത്തിന്റെ കോടതി അവർക്ക് അനുകൂലമായി ഒരു കേസ് ഫയൽ ചെയ്യുമ്പോഴേക്കും ഉടനെ തന്നെ സർവേ നടത്താനും പരിശോധനയ്ക്ക് വിധേയമാക്കാനും പള്ളിക്കകത്ത് അവരുടെ ബിംബങ്ങളും മറ്റൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഗർത്തങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് തീർത്തും മതേതര രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു ബാബരി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇത് ഏത് പള്ളിയുമായി ബന്ധപ്പെട്ട, ഏത് മസ്ജിദുമായി ബന്ധപ്പെട്ട, ഏത് മഖ്ബറകളുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ഒരിക്കലും നമുക്ക് അവകാശപ്പെട്ടത് മറ്റുള്ളവർക്ക് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. ഒരു മുസ്ലിം എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുമ്പോൾ, നമ്മൾ പഠനം നടത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മസ്ജിദ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ വികാരമാണ്. പള്ളി എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ വികാരമാണ്. ഈ ഭൂമിയിൽ പള്ളിയേക്കാളും ഉത്തമമായ സ്ഥലമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതേ ലോകത്തെ രാജ്യത്ത് ഏറ്റവും പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് മസാജിദുഹാ, ആ രാജ്യങ്ങളിലുള്ള, ആ ഭൂമിക്കകത്തുള്ള പള്ളികളാണെന്നും അല്ലാഹുവിന് ഏറ്റവും കോപമുണ്ടാക്കുന്ന, ദേഷ്യമുണ്ടാക്കുന്ന സ്ഥലം അസ്വാഖുഹാ, അവിടെ അങ്ങാടികളുമാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി ഞാൻ ആവശ്യപ്പെടുന്നത്, ഇനി ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോടാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബാബരി പോലെയുള്ള വിഷയങ്ങൾ നാം സമീപിക്കുമ്പോൾ, രാജ്യത്തിനകത്തുള്ള മുസ്ലിം പള്ളികൾ ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് വർഗീയ ശക്തികൾ മുന്നോട്ട് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാനും നിങ്ങളും പള്ളിയോടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. കാരണം പള്ളിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഞാനും നിങ്ങളും കൃത്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ തീർത്തും പള്ളികൾ അവർ സ്വയക്തമാക്കും, പള്ളികൾ അവർ തട്ടിക്കൊണ്ടുപോകും. മുസ്ലിമീങ്ങളോടുള്ള ആദരവും ബഹുമാനവും നഷ്ടപ്പെടുകയും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പേടിയില്ലാതെയാവുകയും അവർ തോന്നിയതുപോലെ നമുക്ക് അവകാശപ്പെട്ടത് മുഴുവനും കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അതിലേക്കുള്ള സൂചനകൾ പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തോടും നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ, പള്ളിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനിവാര്യമായും ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പള്ളി എന്നുള്ളത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമാണ്. പടച്ച റബ്ബിന്റെ വീട് എന്ന് പള്ളിയെ കുറിച്ച് ആലങ്കാരികമായി പറയാറുണ്ട്. അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് അല്ലാഹു തആല ഇരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. കാരണം അല്ലാഹു തആല സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. അല്ലാഹുവിന് ഒരു സ്ഥലത്തിന്റെയോ സമയത്തിന്റെയോ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിയാണെന്ന് ചില രക്ഷിതാക്കൾ ചില കുട്ടികളെ കുറിച്ച് പ്രത്യേകം പറയാറുണ്ട്. അതിനർത്ഥം മറ്റുള്ളവരൊന്നും അദ്ദേഹത്തിന്റെ കുട്ടി എന്നർത്ഥത്തിലല്ല, അത് എന്റെ പ്രത്യേകമായ സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ പ്രയോഗമാണത്. പള്ളി ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ ഭവനമാണെന്ന് പറയുമ്പോ ഇത് പ്രത്യേകം ആദരിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. പള്ളിയോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നാണ് അതിൽ നിന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേ പള്ളി എന്നുള്ളത് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അത് ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ
തീവ്രവാദത്തിന്റെ കേന്ദ്രമായിട്ടല്ല മതം പഠിപ്പിക്കുന്നത്. പള്ളി എന്നുള്ളതും സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ്, വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. മനസ്സമാധാനം വേണോ, പള്ളിയിലേക്ക് വരൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ജനത പള്ളിയിൽ ഒത്തുചേരുകയാണ്. എന്നിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവർ ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ പഠനം നടത്തുന്നു. എന്നാൽ അവരിൽ സമാധാനം ഇറങ്ങുമെന്ന് മാത്രമല്ല, റഹ്മത്തിന്റെ മലക്കുകൾ അവരെ പൊതിയുകയും അവർക്ക് അല്ലാഹുവിന്റെ സ്പെഷ്യലായ റഹ്മത്ത് ലഭിക്കുകയും ചെയ്യുമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പള്ളി നിസ്കരിക്കാനുള്ളതാണ്, നിസ്കരിക്കാൻ മാത്രമുള്ളതല്ല. അല്ലാഹുവിന്റെ ദിക്റുകൾ ഇവിടെ ഉയരേണ്ടതുണ്ട്. പരിശുദ്ധമായ പള്ളി അത് ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കേന്ദ്രങ്ങളാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിൽ നല്ല ദർസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ ബുധനാഴ്ചയും മഗ്രിബ് നിസ്കരിച്ചതിനു ശേഷം നമ്മുടെ പള്ളിയിൽ ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ കിതാബിൽപ്പെട്ട ഈ കിതാബ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, ദർസ് നടക്കുന്നുണ്ട്. ജനകീയ ദർസാണ്, ഏതു പ്രായക്കാർക്കും പങ്കെടുക്കാവുന്ന ദർസാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഭവനത്തിനുള്ളിൽ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് ഖുർആനും ഹദീസും മസ്അലയും ചർച്ച ചെയ്യപ്പെടുന്ന അത്തരം ആത്മീയമായ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ നമുക്ക് മനസ്സമാധാനം കിട്ടും, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടും, പ്രത്യേകം പടച്ച റബ്ബിന്റെ അടുക്കൽ പരിഗണന കിട്ടുമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പള്ളി എന്ന നിലയിൽ പലരും ഇന്ന് ജമാഅത്തിന് വരുന്നില്ല. പല പള്ളികളുടെയും സുബഹിയുടെ അവസ്ഥ വളരെ ഖേദകരമാണ്. ഒന്നോ രണ്ടോ ആളുകൾ, ചിലയിടങ്ങളിൽ ഉസ്താദ് മാത്രം ബാങ്ക് കൊടുക്കുന്നു, ഉസ്താദ് ഇഖാമത്ത് കൊടുക്കുന്നു, ഉസ്താദ് മാത്രം നിസ്കരിക്കുന്ന പള്ളികളുണ്ട്. പലരും ജമാഅത്തിന് വരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരോട്, പക്ഷേ ദുഹ്റിന് നമുക്ക് തിരക്കുണ്ടാകാം, അസ്റിന് നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജോലിയിലായിരിക്കാം, ഇശാന് ഒരു പക്ഷേ നമ്മൾ വീട്ടിലേക്ക് നാട്ടിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ സുബഹി എന്ന് പറയുന്ന വക്തുണ്ടല്ലോ, പലരും വീട്ടിലുണ്ട്, വീട്ടിൽ സുഖനിദ്രയിലാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുളിയും കേട്ടിട്ടും സുഖനിദ്രയിൽ ആണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, പള്ളിയോടുള്ള കടപ്പാട് നിങ്ങളും നിർവഹിക്കുന്നില്ല. അതുകൊണ്ട് സുബഹി ജമാഅത്ത് അത് നിർബന്ധമായി എന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണെന്ന് ഇന്നത്തോടുകൂടെ തീരുമാനമെടുത്ത് പള്ളിയിലെ ജമാഅത്ത് പരമാവധി നാം ഉപയോഗപ്പെടുത്തുകയും, പ്രത്യേകിച്ച് സുബഹി ജമാഅത്ത് അല്ലാഹുവിന് വേണ്ടി ജമാഅത്തായി ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ പടച്ച റബ്ബിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു സുരക്ഷ നമുക്കുണ്ടാകുമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന, നിങ്ങളുടെ ആത്മീയമായ പദവികൾ ഉയർത്തപ്പെടുന്ന ഏറ്റവും ഉത്തമമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരിഹി, സമ്പൂർണ്ണമായി വുദൂ എടുക്കലാണ്. ഞാൻ നിങ്ങളൊക്കെ പലപ്പോഴും വുദൂ കാട്ടിക്കുട്ടലാക്കുമ്പോൾ പരിപൂർണമായി വുദൂ എടുത്താൽ ദോഷങ്ങൾ പൊറുക്കുകയാണ്, ആത്മീയമായി പടച്ച റബ്ബിന്റെ അടുക്കൽ പദവികൾ ഉയരുകയാണ്. മാത്രമല്ല, വഖസറത്തുൽ ഖുതാ ഇലൽ മസാജിദി, പള്ളികളിലേക്കുള്ള ചവിട്ടടികൾ വർദ്ധിപ്പിക്കലാണ്. പള്ളിയിലേക്ക് എത്രമാത്രം നമ്മൾ നടന്നു വരുന്നുണ്ടോ, ഓരോ സ്റ്റെപ്പ് പള്ളിയിലേക്ക് വെക്കുന്തോറും നമ്മുടെ ദോഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. പടച്ച റബ്ബിന്റെ അടുക്കൽ സ്ഥാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, മൂന്നാമതായി പറയുന്നത് ഒരു നിസ്കാരം കഴിഞ്ഞു, അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ചുമ കഴിഞ്ഞു, എപ്പോഴാണ് അസറാക? അസറാകുമ്പോഴേക്ക് പള്ളിയിലേക്ക് വരികയാണ്. നിസ്കരിക്കാൻ വല്ലാത്ത ആവേശം, പള്ളിയോട് വല്ലാത്ത ആവേശം, ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത ആവേശം. ഈ രൂപത്തിൽ ഒരു നിസ്കാരം കഴിഞ്ഞു, അടുത്ത നിസ്കാരം വളരെ പ്രതീക്ഷയോടെ, വളരെ ആനന്ദത്തോടെ പടച്ച റബ്ബിന് എന്റെ ജീവിതം സമർപ്പിക്കണം, പടച്ച റബ്ബിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യണം, പടച്ച റബ്ബിന് വേണ്ടിയിട്ട് റുക്ഉ ചെയ്യണം എന്നുള്ള ആ നല്ല മനസ്സുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ദോഷം പൊറുപ്പിക്കപ്പെടുന്ന മനസ്സാണത്. മാത്രമല്ല, ഒരു പ്രതീക്ഷയുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ അടുക്കൽ സ്ഥാനം കിട്ടുന്ന ഏറ്റവും നല്ല മനസ്സാണത്. അല്ലാഹു തആല നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പള്ളിയെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ് തഹയ്യത്ത് നിസ്കാരം. അത് പള്ളിക്കുള്ളൊരു ബഹുമാനമാണ്, അത് പള്ളിക്കുള്ളൊരു അഭിവാദ്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഇദാ ദഖല അഹദുകുൽ മസ്ജിദ ഫലാ യജ്ലിസ്, ഒരിക്കലും പള്ളിയിൽ ഇരിക്കരുത് ഹത്താ യുസല്ലി റകഅത്തൈൻ, രണ്ട് റകഅത്ത് നിസ്കരിച്ചിട്ടല്ലാതെ, രണ്ട് റകഅത്ത് തഹയ്യത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടാ പള്ളിയിൽ ഇരിക്കേണ്ടത്. ഒരാൾ പള്ളിയിൽ കയറി ഇരുന്നിട്ടില്ല, ഇരിക്കുന്നത് വരെ തഹയ്യത്തിന്റെ ചാൻസ് നഷ്ടപ്പെടില്ല. പള്ളിയിൽ വന്നു ഇരുന്നാൽ തഹയ്യത്തിന്റെ ചാൻസ് മിസ്സായി, നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് രണ്ട് റകഅത്തുകൾ നിസ്കരിച്ചിട്ടായിരിക്കണം പള്ളിയിൽ ഇരിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പള്ളിയിലേക്ക് കയറി വന്നപ്പോ ജമാഅത്ത് തുടങ്ങാനായിട്ടുണ്ട്, തഹയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. പ്രശ്നമില്ല, പള്ളിയിൽ ഇരിക്കേണ്ടതില്ല. ആ ജമാഅത്ത് പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് മുഅദ്ദിൻ വരുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, നിസ്കാരം തുടങ്ങുമ്പോൾ ആ നിസ്കാരത്തിന്റെ കൂടെ, ഏത് ഫർദ് നിസ്കാരമാണ് നിസ്കരിക്കുന്നത്, ആ നിസ്കാരത്തിന്റെ കൂടെ ഞാൻ തഹയ്യത്ത് കൂടി നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ തഹയ്യത്തിന്റെ കൂലിയും കൂടി നമുക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഒരു സഹോദരൻ
സഹോദരൻ പള്ളിയിലേക്ക് വന്നു. അദ്ദേഹത്തിന് നിർബന്ധമായി പള്ളിയിൽ ഇരിക്കേണ്ടതുണ്ട്, നിസ്കരിക്കാൻ പറ്റിയ സാഹചര്യമില്ല, പള്ളിയിൽ ഉസ്താദിനെ കാണാനോ വേറെന്തോ ആവശ്യത്തിന് വന്നതാണ്. എന്നാൽ തഹിയ്യത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദിക്റുണ്ട്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 4 വട്ടെങ്കിലും ചൊല്ലിയിട്ടായിരിക്കണം അദ്ദേഹം പള്ളിയിൽ ഇരിക്കേണ്ടത്. എന്നാൽ തഹിയ്യത്ത് നിസ്കരിച്ചതുപോലെയുള്ള പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നിബന്ധനകളും പള്ളിയെ ബഹുമാനിക്കുന്ന ഒരുപാട് കാര്യങ്ങളും പരിശുദ്ധ റസൂലും ഖുർആനും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പള്ളിയിൽ അപശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല, പള്ളിയിൽ നജസ് ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ തുടങ്ങി പള്ളിയെ ബഹുമാനിക്കണം, ആദരിക്കണം. ഇങ്ങനെ ഒരിക്കലും പള്ളിക്കകത്ത് കച്ചവടം പാടില്ല, പള്ളിക്കകത്ത് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ, എന്നെ നഷ്ടപ്പെട്ട വാച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേ, അറിയോ നിങ്ങൾക്ക്, നാളെ പരലോകത്ത് ജനകോടികൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എല്ലാവരും സൂര്യന്റെ ആ ശക്തമായ ചൂടിൽപ്പെട്ട് നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ പടച്ചറബ് 7 വിഭാഗം ആളുകൾക്ക് അവന്റെ പ്രത്യേകമായ അർശിന്റെ തണലിട്ട് കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയെ കുറിച്ച് മുത്തനബി സൂചിപ്പിക്കുന്നിടത്ത് പറയുന്നുണ്ട്, റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. പള്ളിയുമായി എപ്പോഴും മാനസികമായി പള്ളിയുമായി ബന്ധപ്പെട്ട പുരുഷനും വ്യക്തിയുണ്ടല്ലോ, പള്ളിയുമായി ബന്ധപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന് അർശിന്റെ തണലുണ്ടെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പള്ളി എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ പള്ളി ആദരിക്കുക, ബഹുമാനിക്കുക, പള്ളിയുടെ വിഷയങ്ങൾ അറിയുക, പള്ളിക്ക് കടമുണ്ടെങ്കിൽ അത് വിട്ടാൻ നമ്മൾ മുന്നോട്ട് വരിക, പള്ളി വൃത്തിയാക്കുക, ഇങ്ങനെ തുടങ്ങി പ്രിയപ്പെട്ടവരെ പള്ളിയിലെ ജമാഅത്ത്, പള്ളിയിലെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുഖ്യ അജണ്ടയായി മാറുമ്പോൾ നമ്മുടെ പള്ളികൾ നഷ്ടപ്പെടുകയില്ല. നമ്മുടെ പള്ളിയുടെ അവകാശം, പള്ളി ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് മറ്റു മതസ്ഥർ, മറ്റു വർഗീയ ശക്തികൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചു വരികയില്ല. പള്ളി ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, അവിടെ ആർക്കെതിരൊക്കെ നിസ്കരിച്ചാൽ മതി, പള്ളി ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പലപ്പോഴും വലിയ പള്ളികൾ ജമാഅത്തിന് 1-2 ആളുകളാണ്, അത് കഴിഞ്ഞാൽ വലിയ പള്ളി പൂട്ടിയിട്ടു, അവിടെ ദർസില്ല, പള്ളിയുടെ വഖഫ് സ്വത്തുക്കൾ തോന്നിയതുപോലെ കൈകാര്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പൂർവ്വകാല പിതാക്കന്മാർ പള്ളിക്ക് വേണ്ടി വഖഫുകൾ ചെയ്യുകയാണ്. അത് ജാരിയായ സ്വതക്കയായി അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തത്. പക്ഷേ പിൻതലമുറക്കാർ വഖഫ് തോന്നിയതുപോലെ വിൽക്കുകയും തോന്നിയതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരുപാട് ബാധ്യതകൾ ഞാനും നിങ്ങൾ നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ വിധേയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ ഉമ്മത്തിനെയും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെയും അല്ലാഹു തആല സലാമത്തിലാക്കി തരട്ടെ. നിസ്കാരം എന്നുള്ളത്, പള്ളി എന്നുള്ളത്, ജമാഅത്ത് ജുമുഅ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യമുള്ള വിഷയമായി അല്ലാഹു തആല നൽകുമാറാവട്ടെ. നിസ്കാരത്തിലും ജമാഅത്തിലും അല്ലാഹു തആല ഹുദൂറുൽ ഖൽബ്, മനസാന്നിധ്യം, ലദ്ദത്ത്, ആത്മീയമായ അനുഭൂതി അല്ലാഹു നമുക്ക് നൽകട്ടെ.